ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചൊരു വിഭവമാണ്. വഴുതനങ്ങ തോരന്, മെഴുക്ക് പുരട്ടി അങ്ങനെയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തി, ബ്രെഡ്, കുബൂസ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇതിന് പ്രത്യേകിച്ച് കൂടെ വേറെ കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടമായ ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ബാ. അപ്പോൾ ഇതിനാവശ്യമായ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി കഴിച്ചിട്ട് നമുക്കത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചുട്ടെടുക്കാം. നല്ലതായിട്ട് വെന്ത് ഉടയുന്ന പരുവത്തിലാക്കി എടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ അതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ടിത് വെന്ത് ഉടഞ്ഞതിൻ്റെ ഇത് നമുക്കറിയാം. അപ്പോൾ ഇനി ഇതിന് വേണ്ടുന്നത് ഒരു ചെറിയ പീസ് നാരങ്ങ, 1 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തഹിന. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. ഇനി വഴുതനങ്ങയുടെ ചുട്ട് പുറത്തെ ആ തൊലിയെല്ലാം ഒന്ന് അടർത്തി മാറ്റിയിട്ട് പിന്നെ അകത്തെ വെന്ത നമുക്ക് ദശയാണ് വേണ്ടുന്നത്. അത് നമുക്ക് മാറ്റിയെടുക്കാം, തൊലി കളഞ്ഞ് എടുക്കാം. ഈ സാധനം ഇപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സഡ് ജാറിലാക്കി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം അരച്ചെടുക്കാൻ. നമ്മൾ വഴുതനങ്ങയുടെ ദശ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ജീരകം, ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീരും, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തഹീനയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച മിക്സറിലേക്ക് 1 ടീസ്പൂൺ പാപ്രിക്കപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സി ജാർ കറക്കിയെടുത്ത് അതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും ആവശ്യമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലും ഇച്ചിരി പാപ്രിക്കപ്പൊടിയും കൂടെ ചേർത്ത് റെഡിയാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.